നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഉള്ളത് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ ഒരു ആദിവാസി ഗ്രാമത്തിലാട്ടോ. ഈ സിലിഗുരി ജില്ലയിലാണ്, അതായത് ഡാർജിലിംഗ് ജില്ലയിലുള്ളൊരു ആദിവാസികൾ താമസിക്കുന്ന സ്ഥലത്താണ്. അവിടെ പറഞ്ഞാൽ മെയിനായിട്ടുള്ള കൃഷി പറഞ്ഞാൽ എന്താണ് അറിയോ, തേയിലാണ്. അത് പറിക്കലാണ് ഇവരെ ജോലി. അത് പറിക്കണ രംഗത്ത് അത് ഞാൻ അപ്പോൾ ഞാൻ വെറുതെ റോഡ് കൂടെ പോയപ്പോൾ ഇവരെ ഈ സംഭവം കണ്ടു പറിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് രസത്തിന് വേണ്ടി അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിപ്പോയി ഇവരോട് സംസാരിച്ച് ഇങ്ങോട്ട് പറഞ്ഞാൽ അവിടെ പോയിട്ട് നോക്ക്, ഇവരെ പണി കഴിഞ്ഞ് തൂക്കണ സമയം നോക്കിയായിരുന്നു. അപ്പോൾ ഈ തുലാസ് പറഞ്ഞാൽ തൂക്കണ ആൾ മാത്രം കാണും, ഈ കൊടുക്കുന്ന ആൾ കാണില്ല. അത്ര വലിയ കള്ളങ്ങൾ. പിന്നെ പറഞ്ഞാൽ ഇവിടുത്തെ ആണുങ്ങളൊക്കെ പറഞ്ഞാൽ കള്ളുടിപ്പിക്കുക, ഇഷ്ടംപോലെ കള്ള്. ഇവിടെ ഇങ്ങനെ ആദിവാസി ഗ്രാമങ്ങളിൽ പറഞ്ഞാൽ ഈ വിദേശ മദ്യങ്ങളൊന്നും പിന്നെ എന്താ പറയുക കിട്ടൂലല്ലോ. അവിടെ പറഞ്ഞാൽ ബന്ധാണല്ലോ, അവിടെ എന്താ പറയുക നിരോധിച്ചിരിക്കാണല്ലോ. പക്ഷെ ഇവിടെ സുലഭമായിട്ട് ഈ സാധനം കിട്ടുന്നുണ്ട്. വേറെ വീടുകളും കാര്യങ്ങളും കാണുന്നുണ്ടാവും. ഞാനിങ്ങനെ വീഡിയോ തിരിയുമ്പോൾ കാണുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ സംഭവം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. ഇങ്ങനെ എനിക്ക് ഇതിന് അത്രത്തോളം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും കൂടെ വന്ന് നോക്കട്ടോ. മനുഷ്യന്മാരെ നമ്മളെ പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാവരും എൻ്റെ സഹോദരന്മാർ എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോൾ ഇവർ നമ്മളെ സഹോദരന്മാരല്ലേ. ഇവരിങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് നമ്മൾ ഭയങ്കര സുഖത്തിൽ ജീവിക്കുക. അവരുടെ എന്താ പറയുക വേർപ്പിൻ്റെ ഒരു ഭാഗം. അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുമ്പോൾ പറഞ്ഞാൽ അവരെ ചോരയായിരുന്നു കുടിക്കുള്ളൂ. അങ്ങനത്തെ സാധനമാണത് നമ്മൾ കുടിക്കുന്നത്. ചായ നമ്മൾ ഭയങ്കര ചായ, ഇവിടെ നിന്ന് വലിയ ചായ ഭയങ്കര ഒരു സംഭവമല്ല. ഇവിടെ ആരും ചായ കുടിക്കുന്നില്ല. അപ്പോൾ ഇത് ചോരയാണ് അതിന് കിട്ടുന്നത്. ആ ചായ നമ്മൾ കുടിക്കുമ്പോൾ ചോരയാണ് ആ കളറായി കിടക്കുന്നത്. മനസ്സിലായിക്കൂടി നിങ്ങൾ. കാരണം യാത്രകൾ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഭയങ്കര ബൈക്കൊക്കെ എടുത്ത് ഹൈവേ കൂടെ അങ്ങനെ ഭയങ്കര സംഭവത്തിൽ പോയി ഇന്ത്യ കറങ്ങി ഒന്നും നേടാൻ കഴിയില്ല. നേടണമെങ്കിൽ ഇങ്ങനെ പച്ചയായ മനുഷ്യന്മാരുടെ അടുത്ത് ചെന്ന് നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ആളൊക്കെ പറഞ്ഞാൽ ഈ തേയില കാട്ടിൽ പണിക്കുന്ന ആളാണ്. മൂപ്പരെ കോലം നോക്കി മൂപ്പര് പറയുകയാണ് ഇങ്ങനെ കള്ളുടിക്കുക. ഇതന്നെ എന്നും കള്ളുടിച്ചാൽ മൂപ്പർക്ക് തന്നെ അറിയാം കള്ളുടിച്ചാൽ സംഭവം പിന്നെ മോശമാണ്. ഇങ്ങനെ ഇവിടെ ഒരു പകൽ നേരത്ത് അല്ലെങ്കിൽ ഉച്ച നേരത്ത് ഇവിടെ ഒരു ഗ്രാമമാണ്. ഇങ്ങനെ ഉച്ച നേരത്ത് നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യല്ല, ഒക്കെ എല്ലാ മനുഷ്യന്മാരും പണിയെടുക്കുക. പെരിയിലെ പിന്നെ ഭർത്താവും ഭാര്യയും പണിയെടുക്കുക, മരിക്കുക. ഈ തേയിലത്തോട്ടങ്ങൾക്ക് വേണ്ടി മാത്രം മരിക്കുക. കുത്തക മുതലാളിമാർക്ക് ഇപ്പോൾ ഏതോ കമ്പനീൻ്റെ ഉണ്ട് എനിക്കറിയില്ല. പക്ഷെ സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം എവിടെയാണ്. അപ്പോൾ ഇനി കാണുന്നവരെ ഞാൻ ചിലപ്പോൾ ഇനി കാണുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ, ബൈ.